friends, welcome back to FuelandMiles. അപ്പോൾ നമ്മൾ ഇന്ന് നെല്ലിയാമ്പതി സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മിസ്റ്റി വാലി ഫോറസ്റ്റ് റിസോർട്ടിനോട് നമ്മൾ ബായ് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ റിസോർട്ടിലേക്കാണ് പോണത്. അപ്പോൾ ആ റിസോർട്ടിലെ കാഴ്ചകളും കാര്യങ്ങളും നമുക്കിന്ന് കാണാം. അപ്പോൾ നമ്മൾ അടുത്ത റിസോർട്ടിലേക്ക് എത്താറായി കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ എൻട്രീന് മുമ്പ് വലിയൊരു ആർച്ചാണ് കാണുന്നത്. ആ ആർച്ചിൻ്റെ അവിടെ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് നമ്മുടെ വണ്ടി നമ്പറും അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുക്കണം. ആക്ച്വലി ഇതൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഈ റിസോർട്ടിൻ്റെ പേര് ഗ്രീൻലാൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തി കേട്ടോ. അങ്ങനെ ബൈക്കൊക്കെ നമ്മൾ സൈഡിൽ പാർക്കൊക്കെ ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ നമ്മൾ ആ ബാക്കിൽ കാണുന്ന റൂം കണ്ടോ, അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ അവിടെ ഗസ്റ്റ് ഇപ്പോൾ പോയുള്ളൂ. അപ്പോൾ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ആ ഒരു കുറച്ച് ടൈം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി പുറത്ത് വെയിറ്റ് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നമുക്ക് കുറച്ച് ഫുഡൊക്കെ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 65 അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് നമ്മൾ 65 അതേപോലെ നല്ല ബീഫ് റോസ്റ്റൊക്കെ നമ്മൾ ഓർഡറൊക്കെ ചെയ്തു. അങ്ങനെ ബീഫ് റോസ്റ്റും 65ഉം അങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതുണ്ട് നമ്മുടെ റൂമിൻ്റെ നേരെ മുമ്പിൽ ഒരു നല്ലൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. ഒരു നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. ഇത് കണ്ടില്ലേ, ശരിക്കും നല്ല രസമാണ് അവിടെ നിന്ന് കാണാനായിട്ട്. ശരിക്കും ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, എന്നാലും നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. റൂമിൻ്റെ ഫ്രണ്ടിൽ താഴത്തേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ ആ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ള 2 റൂംസ്. ആക്ച്വലി ബാമ്പു വെച്ചാണ് ആ റൂം കെട്ടിയേക്കുന്നത്. അതും ആ വ്യൂവിൻ്റെ തൊട്ട് സൈഡിലാണ് ആ റൂം അവർ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. ആ റൂം എനിക്ക് അവിടെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നു ആ റൂം എന്ന് വെച്ചാൽ അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് ആ കാണുന്നത്. എന്ന് വെച്ചാൽ ആ വ്യൂവിൻ്റെ ഒക്കെ തൊട്ടടുത്താണ് ആ റൂമും കാര്യങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഇതിൻ്റെ താഴത്തേക്ക് കുറച്ച് ഓഫ് റോഡ് പോലെയാണ് റോഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പതിയെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടാറിട്ട റോഡ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡ് എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് കല്ലും അതുപോലെ കട്ടകൾ എല്ലാം ആയിട്ട്. അപ്പോൾ ഞാൻ പതുക്കെ വണ്ടിയായിട്ട് അതിൽ ഓടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുക. കുറേ റൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ അരയന്നൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാൻ വെച്ച് കൊള്ളാലോ. അപ്പോൾ നേരെ പോയി. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു ഇതിൽ ഇനിയും പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ട് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ അങ്ങോട്ട് പോകാനും പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ബൈക്ക് അവിടെ ഒതുക്കി അരണ്യത്തിന് എല്ലാത്തിനും കണ്ടപ്പോൾ. അപ്പോൾ ഇത് നോക്കിയാൽ ചെറിയൊരു ചെക്ക് ഡാം പോലെയൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇത് കണ്ടില്ലേ, ഒരു ചെറിയൊരു പാലോ അതൊക്കെ ഫുൾ തകർന്ന് കിടക്കുക. അപ്പം ബൈക്ക് കയറ്റുന്നതെല്ലാം റിസ്ക്കാണ്. അപ്പോൾ ഞാൻ ബൈക്ക് സൈഡിൽ തന്നെ വെച്ചു. ഇത് കണ്ടു, ഈ ചെക്ക് ഡാമിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്നാണ് അവിടുത്തെ പുള്ളി പറഞ്ഞത്. അതേപോലെ ഇത് നോക്കിയേ, എൻ്റെ ഇപ്പുറത്ത് ഒരുപാട് ആടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ. അതെന്ത് വെറൈറ്റി ആടുകൾ കേട്ടോ. ഇതാണ് ഭയങ്കര ഷോർട്ടായിട്ടുള്ള ആടുകൾ. ഞാൻ ആദ്യമായിട്ട് ഇത്ര ഷോർട്ടായിട്ടുള്ള ആടുകൾ കാണുന്നത്. ഇത് നോക്കി എന്തോരോന്ന് നോക്കിയേ, എന്ത് ഭംഗിയാണല്ലോ ഈ ആടുകളെ കാണാൻ. അതുപോലെ ഇത് നോക്കിയേ എന്തോരം അരയണമെന്ന് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഈ അരയണത്തിനെ കണ്ടിരിക്കുമ്പോഴാണ് ഒരു പുള്ളി പറഞ്ഞത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫാം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഫാമിലേക്ക് നമുക്ക് പോയി കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫാമിലെത്തി. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. അപ്പോൾ 10 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറുക. ഇത് കണ്ടോ, കാപ്പിക്കുരുകൾ ഉണക്കാനിട്ടേക്കാണ് കേട്ടോ. അതേപോലെ തന്നെ തൊട്ട് സൈഡിൽ ഒരുപാട് കൂട്ടിലിത് കണ്ടോ, ഇത് ഫുൾ പ്രാവുകളാണ്. അതേപോലെ തൊട്ടിപ്പുറത്ത് തന്നെ വേറെ ഒരുപാട് കൂടുകളുണ്ട് കേട്ടോ. അതിൽ ഇത് കണ്ടില്ലേ, കോഴികൾ, പലതരം കോഴികളാണ് ഇവിടെ ഈ കൂട്ടിലെല്ലാം കാണുന്നത്. ഇത് നോക്കിയേ എന്തോരം പ്രാവുകളാണെന്ന്. ഈ പ്രാവുകളും ഓരോ കൂട്ടിലും ഓരോ വ്യത്യസ്തമായ പ്രാവുകളാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. ആ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ട ആ ആടുകളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇത് ആക്ച്വലി കനേഡിയൻ ഗോട്ട് എന്നാണ് പറയുന്നത്. ഈ കനേഡിയൻ ആടിനെ ഒരുപാട് ഒരു പെറ്റായിട്ട് വരെ വീടുകളിൽ വളർത്തുന്നുണ്ട്. ഇത് ഭയങ്കര ഷോർട്ടായിട്ടുള്ള ആടാണ് ഇത്. 33 to 34 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെ ഈ ആട് നിൽക്കത്തുള്ളൂ. അതേപോലെ ഇതിൻ്റെ ചെവി കണ്ടില്ലേ, സാധാരണ നമ്മുടെ ആടുകളെ ചെവിയൊക്കെ തൂങ്ങി കിടക്കത്തുള്ളൂ. ഇത് പൊങ്ങിയിട്ടുമില്ല താന്നിട്ടുമില്ല, ആ രീതിയിലാണ് ഇതിൻ്റെ ചെവി നിൽക്കുന്നത്. ഇത് ഫീമെയിലാണ്.
ഇത് കണ്ടോ, ഇത് മെയിലാണ്. ഈ മെയിലിൻ്റെ ആടിൻ്റെ കൊമ്പാണ് കുറച്ചിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടോ, എന്ത് ക്യൂട്ടാണല്ലോ ഇതിനെ കാണാനായിട്ട്. അങ്ങനെ ദേ ആടിനെയൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിൽ വലിയൊരു കൂടുതൽ കുറേ എമൂന ഇട്ടേക്കുന്നു കേട്ടോ. അപ്പോൾ എമൂനെ ജസ്റ്റ് ഒന്ന് ഞാൻ തൊടാൻ ട്രൈ ചെയ്യാം. കണ്ടിട്ട് പേടിയൊക്കെ ആവുന്നുണ്ട്. ഇത് നോക്കുന്നത് കണ്ടില്ലേ, ഇത് നോക്കിയേ, നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ട കാപ്പിക്കുരുവൊക്കെ വൈകുന്നേരം ആയപ്പോൾ അവർ മാറ്റുവാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻറ്റേജ് ട്രാക്ടറും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദേ ഫാമിലെ കാര്യങ്ങളെല്ലാം കണ്ട് ഞാൻ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ദേ നമ്മൾ റൂമിലെത്തി. ഇത് കണ്ടില്ലേ, ക്ലൈമറ്റൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ചായി. നല്ല കാറ്റും അതുപോലെ നല്ല തണുപ്പും. അബേ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലതാണ്. രാത്രി ഒരു രക്ഷയില്ലാത്ത കാറ്റാണേ. രാവിലെ ഇപ്പൊ പ്രിൻസേടൻ പുതിയ താറെടുത്ത് ഹോട്ടലിന്റെ ബാക്കിൽ പൊളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നോക്കുമ്പോൾ ഒരു കാട്ടുപന്നി അതിലേ പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ പ്രിൻസേൻ്റെ പൊളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവർ റൂം സർവീസും ഉണ്ട്, എന്നാൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഈ റെസ്റ്റോറൻറ്റ് അടിപൊളി ഇൻറ്റീരിയറുമാണ്, അതേപോലെ നല്ല ക്ലീനുമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും തന്നെ ഉണ്ട് കേട്ടോ. ഇതന്നെ ബ്രെഡും ജാമും ബട്ടറും, അതുപോലെ വെജിറ്റബിൾ സ്റ്റൂ, കടലക്കറി, മുട്ടക്കറി, അതുപോലെ ഉപ്മാവ്, പുട്ട്, ദോശ, അതുപോലെ ജ്യൂസ്, അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ നെല്ലിയാമ്പതിൽ നമ്മൾ ഗ്രീൻലാൻഡ് റിസോർട്ടിൽ നിന്ന് നമ്മൾ ബായ് പറയണേ. ഈ റിസോർട്ടിൽ കുറച്ചും കൂടി അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു അവിടെ എത്തിപ്പെടാൻ കുറച്ച് ടഫാണോ, ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഓഫ് റോഡിങ് പോലെ തോന്നിയുള്ളൂ. ശരിയാണ്, ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള റിസോർട്ടാണത്. പക്ഷേ ഈ റിസോർട്ട് അടിപൊളിയാണ് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ വേറെ ലെവലാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഫാമിലി ആയിട്ടും കിഡ്സൊക്കെ ആയിട്ട് പോയാൽ തന്നെ അവിടെ ഒരുപാട് നമുക്ക് കാണാൻ കാഴ്ചകളും ആ ഫാമും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. അതേപോലെ തന്നെ അവിടെ ഒരു പഴയ ബംഗ്ലാവ് ഉണ്ട് കേട്ടോ. ആ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം ഒരു 4 ബെഡ്റൂമോളം ആ ബംഗ്ലാവിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് റൂംസ് ആയിട്ടുണ്ട്, പിന്നെ കോൺഫറൻസ് ഹോളുണ്ട് അവിടെ, റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, ഐസ്ക്രീം പാർലർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കിഡ്സിനായിട്ടുള്ള പാർക്ക് വരെ അവരവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെല്ലിയാമ്പതിൽ വരുവാണെങ്കിൽ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ റിസോർട്ടാണ് ഈ ഗ്രീൻലാൻഡ് റിസോർട്ട് എന്ന് പറയുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് വരുമ്പോഴേ കിഷോർ ഭായിയുടെ വണ്ടി ചെറിയ മിസ്സിങ് ആയിട്ട് നിർത്തുന്നത്. എന്താണെന്നല്ല, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മിസ്സിങ്ങാന്ന് പറഞ്ഞേ. എന്തായാലും സ്റ്റാർട്ടാക്കി പതുക്കെ ഓടിച്ചോളാൻ പറഞ്ഞു. പുറകെ ഞങ്ങൾ പതുക്കെ വരാമെന്ന് പറഞ്ഞു. കിഷോർ ഭായിൻ്റെ പുറകെ ഞങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ സൈഡിലൊരു സാധനം കടിക്കണം. നോക്കുമ്പോൾ തേനീച്ച. അങ്ങനെ തേനീച്ചനെ കടിയും കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര വേദനയായിരുന്നു. ശരിക്കും ഈ ജാക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് വെച്ചാൽ ഒരു നെറ്റ് പോലെ, അതുകൊണ്ട് അതിൻ്റെ കടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്കിട്ട് കൊണ്ടിട്ടുണ്ട്. അങ്ങനെ കിഷോർ ഭായിൻ്റെ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറകെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് ഇറക്കമായതുകൊണ്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഏറ്റവും കഴിഞ്ഞ ടെൻഷനാണ് തന്നെ. അങ്ങനെ കിഷോർ ഭായിൻ്റെ പുറകെ നമ്മൾ പതുക്കെ വന്നുകൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി. അതുപോലെ അവിടെ നമ്മൾ പോകുമ്പോഴും നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതുപോലെ നമ്മൾ ഇറങ്ങുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു. അതേപോലെ വന്ന വഴി പോലീസുകാർ കയ്യും കാണിച്ചു. എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു. അവിടെയും വലിയ പ്രോബ്ലവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ ഹൈവേയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കിഷോർ ഭായിൻ്റെ പുറകെ പതുക്കെ ഓടിച്ചു വന്ന എല്ലാ വിഷമവും ഞാൻ സ്ട്രെയിറ്റ് റോഡ് എത്തിയപ്പോഴേക്കും തീർത്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഓടിച്ചു. അപ്പോഴാണൊന്ന് മനസ്സിനൊരു ആശ്വാസം തന്നെ കിട്ടിയത്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു. അവിടെ നിന്ന് റീഫ്രഷ് ആയിട്ട് ഇറങ്ങുവാണ്.
അങ്ങനെ ഒരുപാട് നാളത്തേക്ക് ശേഷം കേട്ടോ ഒരു റൈഡ് പോകുന്നത്. ഈ കൊറോണ ഇതൊക്കെ ആയതുകൊണ്ട് കുറേ നാളത്തേക്ക് ശേഷം റൈഡ് പോയേക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ ശരിക്കും ഈ റൈഡൊക്കെ പോകാൻ നേരത്ത് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ നിന്ന് 2 ദിവസം നമ്മൾ മാറിയിരുന്ന് നമ്മൾ ഒരുപാട് ചിരിക്കുകയും അതേപോലെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന റീഫ്രഷ് എന്ന് വെച്ചാൽ അത് വേറൊരു ഫീലാണ്. ഇനി നാളെ നമ്മൾ ഇനി ബിസി ലൈഫിലേക്ക് പോകുമ്പോൾ പോലും നമുക്ക് ഡബിൾ എനർജി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ എടപ്പള്ളി എത്തി. എടപ്പള്ളി ലുലു കാണാൻ നേരത്ത് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ അടുത്തെത്തി എന്നുള്ളൊരു ഫീലിംഗ് ആണ് എപ്പോഴും ലുലുവിൻ്റെ അവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്. അങ്ങനെ നമ്മൾ എടപ്പള്ളി പള്ളീൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് എടപ്പള്ളി പള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. അങ്ങനെ പുണ്യാളിനോട് നന്ദിയും പറഞ്ഞ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഈ 2 റിസോർട്ടും ഈ വീഡിയോയിൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതേപോലെ അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.